ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഒരു വിദേശ യാത്രയ്ക്ക് തയ്യാറാകുമ്പോൾ വിസ നിരസിക്കപ്പെടുന്നത് വലിയ തിരിച്ചടിയായേക്കാം. പക്ഷേ വിസ നിരസിക്കപ്പെടാനുള്ള ഈ 7 കാരണങ്ങൾ മനസ്സിലാക്കുക വഴി നിങ്ങളുടെ വിസ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് ഇല്ലാതാക്കാം. ഒന്നാമതായി, വിസ അപേക്ഷയിൽ ചെറിയ പിശകുകൾ പോലും വിസ നിരസിക്കുവാനുള്ള കാരണമായേക്കാം. ഉദാഹരണമായി പേര്, ഡേറ്റുകൾ, യാത്രാ ഉദ്ദേശം തുടങ്ങിയവ എഴുതുമ്പോൾ 2 തവണയെങ്കിലും അവ കൃത്യമായി പരിശോധിക്കുക. ഫോം സമർപ്പിക്കുന്നതിന് മുമ്പ് നന്നായി റിവ്യൂ ചെയ്യുന്നത് നന്നായിരിക്കും. രണ്ടാമതായി, ഫിനാൻഷ്യൽ ഡോക്യുമെന്റിന്റെ അവ്യക്തത. ഉദാഹരണമായി ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻ എന്നിവ സബ്മിറ്റ് ചെയ്യുമ്പോൾ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. കൃത്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷനുകളും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമതായി വേണ്ടത് ട്രാവൽ ഇൻഷുറൻസ് ആണ്. പല രാജ്യങ്ങൾക്കും യാത്ര ചെയ്യുമ്പോൾ ട്രാവൽ ഇൻഷുറൻസ് ഒരു അവിഭാജ്യ ഘടകമാണ്. നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി സാധുതയുള്ളതും പര്യാപ്തമായ കവറേജ് നൽകുന്നതുമാണെന്ന് ഉറപ്പുവരുത്തുക. നാലാമതായി വരുന്നത് യാത്രയുടെ ടിക്കറ്റ് ബുക്കിങ്ങും ഹോട്ടൽ ബുക്കിങ്ങും എന്നിവയിലെ കൃത്യതയില്ലായ്മ. യാത്രയുടെ ഐറ്റ്നറിയും താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ക്രമീകരണങ്ങളും കൃത്യമാണെന്നുള്ളതും വ്യക്തമാണെന്നുള്ളതും വിസ ഓഫീസറെ കൺവിൻസ് ചെയ്യിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്യുകയും ഇന്റർവ്യൂ സമയത്ത് അവ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുക. നമ്മുടെ മുൻകാല വിസ ലംഘന ചരിത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ കൃത്യമായി അതാത് കോളത്തിൽ രേഖപ്പെടുത്തുക. ഈ രേഖകൾ റിവ്യൂ ചെയ്തതിന് ശേഷമായിരിക്കും പുതിയ വിസ അനുവദിച്ച് കിട്ടുക. മുൻകാല വിസ ലംഘനങ്ങളെക്കുറിച്ച് സുതാര്യമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകുന്നത് വിസ ഓഫീസറെ കൺവിൻസ് ചെയ്യിക്കുന്നതിന് വേണ്ട അടിസ്ഥാന തെളിവുകൾ നൽകുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആറാമതായി വരുന്നത് നമ്മുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ട അടിസ്ഥാനപരമായ രേഖകളുടെ കൃത്യതയാണ്. നിങ്ങൾ പോകുന്ന രാജ്യത്തു നിന്നും തിരിച്ച് വിസ ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം നമ്മുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് എന്നിവ സബ്മിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ രേഖകളുടെ അപര്യാപ്തത മൂലം വിസ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏഴാമതായി, രേഖകളുടെ കുറവ് അഥവാ തെറ്റായതും അപൂർണവുമായ രേഖകൾ സമർപ്പിക്കപ്പെടുന്നത് മൂലം വിസ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആയതിനാൽ ഇക്കാരണങ്ങൾ 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ വിസ ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യാവുള്ളൂ. ഈ 7 വിവരങ്ങൾ നിങ്ങളുടെ വിസ സക്സസിന് വേണ്ട അടിസ്ഥാന വിവരങ്ങളാണ്. ഈ വിശദാംശങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. താങ്ക്